ഹലോ ചിങ്കൂസ്, ഇന്ന് നമ്മുടെ തങ്കുമോൾക്ക് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഉറങ്ങണ ഒരാളെ ശല്യപ്പെടുത്തി എണീപ്പിക്കുക എന്നുള്ളത്. പക്ഷെ മോളെ വിളിക്കാണ്ട് സ്കൂളിൽ വിടാൻ പറ്റില്ലല്ലോ. അത് കാരണം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആളെ കഷ്ടപ്പെട്ട് വിളിച്ചു. രാവിലെ ഒരു 6:30 ആയപ്പോഴേക്കാണ് തങ്കുമോൾ എണീറ്റത്. പുറത്തേക്ക് ജനലൊക്കെ തുറന്ന് നോക്കിയപ്പോഴേക്കും നല്ല മഴക്കാറ്, നല്ല മഴയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആളെന്നാലും വലിയ ബുദ്ധിമുട്ടുകളും കുഴപ്പങ്ങളും ഒന്നും ഇല്ലാണ്ട് എണീറ്റ് ഞങ്ങൾ പതിയെ പാട്ടൊക്കെ പാടി കുറച്ച് നേരം നിന്നു. ക്യാമറ സൈഡിൽ ചാരി വയ്ക്കുന്ന പുള്ളിക്കാരി കണ്ടു. അതിൻ്റെ ഇടയിൽ ക്യാമറ നോക്കി ഒരു ടാറ്റയൊക്കെ കൊടുത്തു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കുളിച്ചു. കുളിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉഷാറായി. പെട്ടെന്ന് തന്നെ റെഡി ആവാനായിട്ടെല്ലാം തയ്യാറായിരുന്നു. അങ്ങനെ മടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തലേ ദിവസം തൊട്ട് ക്ലാസ് എടുക്കലായിരുന്നു നമ്മൾ. അങ്ങനെ പെട്ടെന്ന് തന്നെ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോഴേക്കും കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ പോണ കാരണം അവർക്ക് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങേണ്ട കാരണം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർ ടിഫിനായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ തങ്കുമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ദോശയാണ്. ദോശ ഇഡലിയൊക്കെ കുഴപ്പമില്ല, ഓരോ മൂഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇന്ന് 2 കുഞ്ഞ് ദോശയാണ് തങ്കുവിന് ടിഫിനായിട്ട് നമ്മൾ കൊടുത്തു വിടണം. അവരൊരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴേക്കും അത് കഴിക്കും. ദോശയും സാമ്പാറുമാണ്. എല്ലാ കഷ്ണങ്ങളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, എന്നാലും ഞങ്ങൾ അത്യാവശ്യം തട്ടിക്കൂട്ടി ഒരു ഉരുളക്കിഴങ്ങൊക്കെ കൊണ്ടുപോകും. പിന്നെ ലഞ്ചിന് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കണത് ചോറും, തങ്കു തന്നെ പറഞ്ഞായിരുന്നു തലേ ദിവസം ബീട്രൂട്ട് തോരൻ മതി, പിന്നെ പൊട്ടറ്റോ ഫ്രൈ വേണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പകുതി മുക്കാലേ കഴിക്കാറുള്ളൂ. എന്നാലും ഒരു ആഡംബരത്തിനെല്ലാം നമ്മൾ ഇച്ചിരി വെച്ച് കൊടുക്കുന്നു. പിന്നെ എല്ലാവരും കൂടി പിള്ളേരെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണ കാരണം പലരും പല കറികളൊക്കെ എടുത്ത് കഴിക്കുമ്പോഴേക്കും എങ്ങനെയെങ്കിലുമൊക്കെ അത് കാലിയാവും. അങ്ങനെ തങ്കുവിൻ്റെ പൊട്ടറ്റോ ഫ്രൈയും റെഡിയായി. നമ്മൾ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യലാണ് അതിൻ്റെ അടുത്ത ശേഷമുള്ള പണി. തങ്കും അതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഞാനും തങ്കും കൂടി അമ്പലത്തിലേക്ക് പോകാനായിട്ട് പോവാണ്. അമ്പലമില്ലാത്ത കളി നമുക്കില്ലല്ലോ. പിന്നെ ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞ് സ്കൂളിൽ പോകണ കാരണം നമ്മൾ അമ്പലത്തിൽ പോയി നല്ലോണം പ്രാർത്ഥിച്ച് ദേവിയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ എൻ്റെ കുഞ്ഞ് റെഡിയായി. നല്ല മഴയായിരുന്നു, സ്കൂളിൽ പോയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി.